ഇതിനകം പ്രക്ഷോഭവും പ്രതിഷേധവും കാത്തിയാളുന്ന നടന്നു കഴിഞ്ഞ കാസർകോട്ടെ കുമ്പളയിലേക്ക് ആരിക്കാടിയിലേക്കാണ് നമ്മൾ. ആരിക്കാടിയിൽ അവിടെ പ്രതിഷേധം നടത്തിയ 500 പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ദേശീയപാതയിൽ വെച്ചായിരുന്നു സമരം. ഗതാഗത മാർഗമൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു. AK അഷ്റഫ് മഞ്ചേശ്വരം MLA യുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സമരവും അവിടെ ഒരേ സമയം തുടരുകയാണ്. അപ്പൊ അതിന്റെ ഭാവി അറിയണം. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. ഷഫീഖ്, 500 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ കേസിലെ തുടർ നടപടികൾ ഇനി നേരിടേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഈ പ്രതിഷേധം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? തിങ്കളാഴ്ച മുതലാണ് കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുമ്പള ആരിക്കാടി ടോൾ ബൂത്തിൽ യൂസർ ഫീ ഈടാക്കാൻ ആരംഭിച്ചത്. അതിൽ ചൊവ്വാഴ്ച മുതൽ AK അഷ്റഫിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടക്കുന്നുണ്ട്. ഇന്നലെ ജില്ലാ കളക്ടർ MLA-മാരുടെ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നു. ദേശീയപാത അധികൃതരും അതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ കോടതി വിധി വരുന്നത് വരെ അവിടെ ടോൾ പിരിക്കുന്നത് നിർത്തണം എന്നതായിരുന്നു MLA-മാരുടെ ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് യോഗം പിരിഞ്ഞു. ഇതിനെ തുടർന്നാണ് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം അതിനുശേഷം കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുണ്ടായത്. AK അഷ്റഫ് MLA യുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്ന സ്ഥലം അപ്പോൾ കുമ്പളയിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും തന്നെയാണ്. അപ്പോ സ്വാഭാവികമായും ജിൽസി അവിടുത്തെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 20 കിലോമീറ്ററിനകത്ത് 2 ടോൾ ബൂത്ത്. അത് പറഞ്ഞ പോലെ നമ്മളിപ്പോ ടോട്ടൽ ഒരു യാത്ര ചെയ്ത ആള് കാസർഗോഡ് തിരുവനന്തപുരം വരെ എത്തുമ്പോൾ ആ പാടം കൂടി അധികം കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടി. സംഗതി ദേശീയപാത വന്നത് നല്ലതാണ്, നല്ല യാത്രയാണ്, നല്ല സൗകര്യം സംവിധാനം ഒക്കെയാണ്. പക്ഷെ ഇത്രയും ചെലവേറുന്ന യാത്ര വേണോ എന്ന ചോദ്യം അവിടെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. അതിനുള്ള മറുപടി NHAയും ഒപ്പം സംസ്ഥാന സർക്കാരും നൽകണം. അതെ, നമുക്ക് കണ്ണൂർ പയ്യാവൂരിൽ നിന്നൊരു വാർത്ത